അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. നമ്മളൊരു കുറച്ച് ആപ്പിൾസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരും. അപ്പൊ നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ ആപ്പിൾ ഇങ്ങനെ അടുക്കി സ്ട്രെയിറ്റ് ലൈനായിട്ട് അടുക്കി വെക്കണം. അപ്പം മാക്സിമം ഹൈറ്റിലേക്ക് ആപ്പിൾ അടുക്കി വെക്കുക, മേളിലോട്ട്. രണ്ടുപേരും മറ്റേ ടൈമാണ് ആപ്പിൾ അടുക്കേണ്ടത്. അപ്പം ഏറ്റവും കൂടുതൽ ഹൈറ്റ് ലാസ്റ്റ് ഫൈനൽ 1 മിനിറ്റിൽ ആർക്കാണോ വരുന്നത് അവരാണ് നമ്മുടെ വിന്നർ. ഓക്കെ. പിന്നെ നമുക്ക് ഇപ്പൊ ആപ്പിളിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. വേണമെങ്കിൽ നമുക്കൊന്ന് കടിച്ച് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടം. അതൊക്കെ നേരത്തെ പറഞ്ഞ കോമൺ സെൻസ് ഉള്ളവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളുടെ ഇത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ മ്യൂസിക്. മിനിമം കോമൺ സെൻസ് ഉപയോഗിച്ച് റിനി അത് കൈകാര്യം ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന. റിനിയുടെ ഒരു ഉയരത്തിനനുസരിച്ച് വയ്ക്കരുത്, പ്രദീപയുടെ ഉയരത്തിനനുസരിച്ച് വയ്ക്കാൻ ശ്രമിക്കണം. വർത്തമാനൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ തോന്നുന്നു. പ്രദീപേട്ടൻ ജയിക്കും. ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. റിനി നമ്മൾ പെൺകുട്ടികളുടെ അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ആടല്ലേ ശ്രദ്ധിച്ച് കടിച്ചൊക്കെ വെക്കല്ലേ പറയുമ്പോ. വേണോ സമയം തീരാൻ പോവാണ്. റിനി വയ്ക്ക്. റിനിക്ക് ജയിക്കാൻ പറ്റും. ഇതെന്താ ഇങ്ങനെ നിക്കണേ? അപ്പൊ ആപ്പിള് പ്രദീപേട്ടൻ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക മാത്രമല്ല അത് ഹോൾഡ് ചെയ്തു. ഭയങ്കര അത്ഭുതമായല്ലോ. ഇതിന് എത്ര ദിവസം പ്രാക്ടീസ് എടുത്തു? 1.5 മാസം ഇതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചു. വേറെ ഒരു പണിക്ക് എനിക്ക് തോന്നുന്നത് കൊറോണ സമയത്ത് പല ഫ്രീ ടൈമിലും ഇത് തന്നെയായിരുന്നു പണിയല്ലേ, ആപ്പിൾ അടുക്കി വെക്കല്, കച്ചവടം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പ്രഖ്യാപിക്കുന്നു, റിനി രാജ് ഇതില് തോറ്റ് തുന്നമ്പാടി. അതെ, പ്രദീപ് അതിന്റെ ഗ്യാപ്പില് ഒരു കാര്യമില്ല. എന്തായാലും പ്രതിഭയുടെ ജയിച്ചിരിക്കുകയാണ് റിനി. നമ്മുടെ തോൽവി സമ്മതിച്ചു കൊടുത്തിരിക്കുക. അപ്പൊ നമുക്ക് റിനിക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് റിനിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വീഡിയോ വാളിൽ ഒരു സീൻ കൊടുക്കും. ഇതൊരു ഹ്യൂമർ സീൻ ആയിരിക്കും. ആ സീനിനെ എങ്ങനെ സങ്കടം നിറച്ച് കണ്ണീര് തുളുമ്പുന്ന സീനാക്കി മാറ്റാം, സീരിയൽ ടൈപ്പ്, ഒരു സീരിയലിന്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ മാറ്റാം എന്നാണ് റിനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സീൻ. റിനിയാണ് നമ്മുടെ രേവതി ചേച്ചിയുടെ ക്യാരക്ടർ, ഇത് ലാലേട്ടന്റെ ക്യാരക്ടർ, ഞാൻ മറ്റേ റിസപ്ഷനിസ്റ്റ്. തുടങ്ങാം. സംഭവം റിനി ഇപ്പോഴേ കരയുന്നു. അപ്പൊ നമുക്ക് വേഗം തുടങ്ങാം. താനല്ലേടോ ഈ കുട്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോയത്? ആ കുട്ടി ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് താൻ നോക്കിയേ. എന്താ പറ്റിയത്? ഇവിടെ എന്താ പ്രശ്നം? ജോജിയേട്ടാ, റൂം തരാന്നും പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് എനിക്കിപ്പോ റൂം തരുന്നില്ല ജോജിയേട്ടാ. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലാന്ന് പറഞ്ഞാൽ അല്ലാതെ ആളെ പിടിച്ചിട്ട് വടിയാക്കരുത്. എന്താ എനിക്ക് റൂം തരാന്ന് പറഞ്ഞാൽ എനിക്ക് കാശില്ലാതെ ഇവിടെ റൂം ഒന്നും കൊടുക്കാൻ പറ്റില്ല. താൻ ആ കുട്ടിയോട് കാശ് പോയി ചോദിക്കൂ. കാശില്ലെന്ന് അവര് പറഞ്ഞു. കാശില്ലെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല ജോജിയേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറയില്ല. എനിക്കറിയാം അവളെ ആ മനസ്സ്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ആ കുട്ടിയോട് കൃത്യമായിട്ട് അവരെന്താ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ആ പെൺകുട്ടിയോട് ചോദിക്കൂ, എന്നോട് ചോദിക്കണ്ട. എന്താ പറഞ്ഞത് ജോജിയേട്ടാ? ഞാൻ അവനോട് പറഞ്ഞു അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിയാണെന്ന്. എന്നിട്ട് അവൻ തന്നില്ല റൂം. അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് പോലും. അങ്കമാലി പ്രധാനമന്ത്രി ആ കൊച്ചിന്റെ അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. ചോദിച്ചേട്ടാ, അപ്പൊ അവൻ ചോദിക്കാം നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അങ്ങനെ പാടുണ്ടോ ജോജിയേട്ടാ? അങ്ങനെ പാടുണ്ടോ? അപ്പൊ അവിടെ ഇരുന്ന് പൂച്ചട്ടി എടുത്ത് ഞാൻ അവന്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്തു ജോജിയേട്ടാ. പിന്നെ ഒരുത്തൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നപ്പോ അവനെ കൊട വെച്ചിട്ട് ഒറ്റ കുത്തം കൊടുത്തു. അപ്പൊ അവന്റെ കൊടയെ കയറി പിടിച്ചു ജോജിയേട്ടാ. അവന്റെ കൊടയെ കയറി പിടിക്കാൻ പാടുണ്ടോ?
ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ആ ഇരിക്കുന്ന ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പൊട്ടിക്കരുതെന്ന്. പക്ഷെ പറ്റിപ്പോയി. അത് ഞാൻ തറയിലെറിഞ്ഞ് പൊട്ടിച്ചു. ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ. ഞാൻ ചെയ്തത് തെറ്റാണോ? ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. അതിനാ എങ്ങനെയൊക്കെ പറയുന്ന ചോദിച്ചേട്ടാ, അതിനാ എങ്ങനെയൊക്കെ പറയുന്ന. എന്താ ചോദിച്ചേട്ടാ? വട്ടാണല്ലേ. എല്ലാരും എന്നോട് ഇങ്ങനെയാ ചോദിക്കണേ. എല്ലാരും എന്നോട് ഇങ്ങനെയാ ചോദിച്ചേട്ടാ ചോദിക്കണേ. അതെന്താ ചോദിച്ചേട്ടാ? ജോജി ഈ കുട്ടിക്ക് ഊട്ടിയിൽ റൂം എടുത്ത് കൊടുക്കുമോ? അങ്ങനെ കൊടുത്താൽ തന്നെ ഈ കുട്ടി അതിൽ താമസിക്കുമോ? ഈ കുട്ടിയുടെ വട്ട് മാറുമോ? മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം റെഡ് കാർപ്പറ്റിൽ പിണക്കം.